കേരളം കത്തിയെരിയുന്ന ലക്ഷണമാണ് കാണുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് തോന്നുന്നത്? കഴിഞ്ഞ 2 ദിവസമായിട്ട് 35 ഡിഗ്രി 36 ഡിഗ്രി വരെ ചൂട് പോകുന്നു. ഇന്നലെയും ഇന്നും നാളെയും ശനിയും ഞായറും ഇങ്ങനെ പോകുമെന്നാണ് IMDയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പക്ഷേ മലയാളം മകരമാസമാണ്. മകരമാസമാണ്. പക്ഷേ അത്രയും മകരത്തിൽ ചൂട് വരേണ്ട കാര്യമില്ല. കുംഭമാസത്തിലാണ് ചൂട് കൂടുതൽ കുംഭച്ചൂടെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി അങ്ങോട്ട് ചൂട് കൂടെയുള്ളത്. പക്ഷേ മകരമാസത്തിലെ നല്ല ചൂട് വരുന്നു. രണ്ടാമത് വേറൊരു കാര്യം, പക്ഷേ ഇടയ്ക്ക് ഇന്നലെ ചെറുതായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തു. ഇപ്പം നമ്മൾ കാലാവസ്ഥ പറയുന്ന പ്രകാരത്തിനേക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നൊരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കോട്ടയവും കാസർഗോഡുമാണ് അവരിപ്പോൾ നല്ല ചൂട് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം ഡിസ്ട്രിക്റ്റും കാസർഗോഡുമാണ് നല്ല ചൂട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചൂടുണ്ടെന്ന് മാത്രമല്ല, ഈ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അന്തരീക്ഷത്തിൻ്റെ ആർദ്രത കൂടുതലായതുകൊണ്ട് ഈ ചെറിയ മഴ വന്നാലും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മഴ വന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ചൂടിൻ്റെ ആധിക്യം കൂടുതൽ തന്നെയാണ് വരുന്നത്. വളരെയധികം ഇപ്പം തന്നെ നല്ല ചൂട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പം പുഴകളിൽ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തോടുകളിലൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നിട്ട് പാലക്കാട് നിന്ന് ഇപ്പോൾ റീസെൻ്റായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കിണറുകളിലെല്ലാം വ്യാപകമായിട്ട് പിന്നെ വെള്ളം കുറയുന്നുണ്ട്. കുഴൽക്കിണറുകളിൽ വെള്ളം കുറയുന്നുണ്ട്. അപ്പോൾ ജലത്തിൻ്റെ ക്ഷാമത്തിലേക്ക് വന്നിട്ടുണ്ട് ചൂട് കൂടുന്നതിനനുസരിച്ച്. എല്ലാ മേഖലയും പിന്നെ അതുപോലെ അസുഖങ്ങൾ കുറേ അധികം പുതിയതായിട്ട് പനിയും അതും ഇതൊക്കെ ഇപ്പോൾ ചൂടിൻ്റെ ഭാഗമായിട്ടൊക്കെ ധാരാളം വീണ്ടും റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ല ചൂടാണ്. ഇന്നും നാളെയും സൂക്ഷിക്കണം. സൂര്യാഘാതം വരെ ഉണ്ടാകാമെന്നാണ് IMDയുടെ റിപ്പോർട്ട്. പക്ഷേ ആദ്യ നിലയിൽ ഇന്ന് കാണുന്നില്ല. പക്ഷേ നാളെ ഇനി എങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പം നല്ല ചൂടുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട്. ഞാൻ പണ്ടൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്, ഈ മകരമാസത്തില് മഴ പെയ്തു കഴിഞ്ഞാൽ, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. അതെ. അതായത് കാലാവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും നമ്മുടെ ഭക്ഷണ രീതിക്കനുസരിച്ചും ഒക്കെ മനുഷ്യൻ്റെ സ്വഭാവത്തിലടക്കം വലിയ വ്യത്യാസം വരുന്ന ഒരു കാലഘട്ടത്തിലാണ് താമസിക്കുന്നത്. അതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ തണുത്ത സ്ഥലത്ത് താമസിക്കുന്നതിനുള്ള സ്വഭാവം വേറെതായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തെ പോലും അല്ലെങ്കിൽ അവൻ്റെ ക്യാരക്ടറെ പോലും ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ രോഗങ്ങളും ഒക്കെ രീതിയിലേക്ക് മഴ മാറുകയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ചൂടിലേക്കാണ് ഇപ്പോൾ അന്തരീക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ അതിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്, നല്ല ചൂടിലേക്കാണ് പോകുന്നത്. അല്ല, അത്തരത്തിലുള്ള ചൂടിലേക്ക് പോകുമ്പോൾ ഇപ്പം മകരം, അത് കഴിയുമ്പോൾ കുംഭം, മീനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്നത് കത്തിജ്വലിച്ച് നിൽക്കുന്നത്. അതാണ് ശരിക്കും കുംഭം അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് മീനത്തിലേക്ക് പോവാം. അപ്പോഴാണ് ചൂട് ശരിക്കും വരേണ്ടത്. പിന്നെ ഇടവപ്പാതി വന്ന് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീസൺ. പക്ഷേ ആ സീസൺ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ സീസൺ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അത് കുറച്ചു കാലമായി സീസൺ ബ്രേക്ക് ചെയ്തിട്ട്, കുറേ വർഷങ്ങളായി സീസൺ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സീസൺ ബ്രേക്ക് ചെയ്തപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഏത് സമയത്തും ഏത് രൂപത്തിലുള്ള കാലാവസ്ഥാ മാറ്റവും വരാം എന്നുള്ള നിലയിൽ കേരളം മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ചൂട് ഇങ്ങനെ കൂടുതൽ. പിന്നെ മാത്രമല്ല, നമ്മളിപ്പം വ്യാപകമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് തിരിച്ചു പോകുമ്പോഴാണ്, തിരിച്ച് ഭൂമിയിലും കടലിലും ഒക്കെ പതിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന സമയത്താണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് അന്തരീക്ഷ മണ്ഡലങ്ങളെ ചൂടാക്കി മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന മനുഷ്യരൊക്കെ വസിക്കുന്നത് ഒരു 8 കിലോമീറ്റർ വരെയുള്ള അന്തരീക്ഷം ഭൂമിയിൽ നിന്ന് മുകളിലോട്ടാണല്ലോ അന്തരീക്ഷം കണക്കാക്കുന്നത്. അറ്റ്മോസ്ഫിയറിൻ്റെ ലെയർ കണക്കാക്കുന്നത് മുകളിലോട്ടാണ്. അപ്പം ഭൂമിയുടെ നിരപ്പിൽ നിന്നും അല്ലെങ്കിൽ കടൽ നിരപ്പിൽ നിന്ന് മുകളിലോട്ട് തള്ള 8-10 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടേക്ക് ചൂട് നിന്നിട്ട് ഇത് സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ എന്ന ചൂടങ്ങ് പോകണം. സോളാർ സൈക്കിളാണ് ശരിക്കും പറഞ്ഞാൽ. വാട്ടർ സൈക്കിൾ, സോളാർ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, കാർബൺ, ഇതാണ് ഭൂമി. ഈ ചലനമാണ്. ഇത് മുഴുവൻ കറങ്ങുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിടത്ത് നിൽക്കുന്ന പരിപാടി. അപ്പോൾ സൂര്യപ്രകാശം വരുന്നു, ചൂട് വരുന്നു, ഭൂമിയിൽ തട്ടുന്നു, കടലിൽ തട്ടുന്നു, തിരിച്ചു പോകുന്നു, ഇങ്ങനെ വീണ്ടും വരുന്നു. ഇതൊരു പ്രോസസ്സ്. ഈ പ്രോസസ്സിനൊക്കെ ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട്? ബ്രേക്ക് വന്നിട്ടുണ്ട്, വലിയ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് കയറുന്ന ട്രോപ്പോസ്ഫിയറിൽ നിന്ന്, ആ മണ്ഡലത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ കിടന്ന് കറങ്ങാണ് ചൂട് കറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നമുക്ക് അധികമായി പോകുന്ന കാർബൺ, നമ്മൾ വിടുന്ന കാർബൺ, നമ്മൾ മുറിച്ച് കളയുന്ന മരങ്ങൾ, നമ്മൾ മുറിച്ച് നശിപ്പിക്കുന്ന വനം, നമ്മൾ നശിപ്പിക്കുന്ന തണ്ണീർത്തടം, നമ്മൾ നശിപ്പിക്കുന്ന വയലുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ, നമ്മൾ ഉപയോഗിക്കുന്ന മാലിന്യ സംസ്കരണ രീതികൾ, അശാസ്ത്രീയമായ രീതികൾ, മാലിന്യം കത്തിക്കുക, ഇതെല്ലാം കൂടി ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ കെട്ടി നിൽക്കുകയാണ് ചൂട്. അങ്ങനെ ഇപ്പോൾ ഈ റൂമിൽ തന്നെ കുറേ ചൂട് നേരത്തെ വന്ന് കെട്ടി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ചൂട് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരാൻ പറ്റുള്ളൂ, മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല, മുകളിലോട്ട് പിരിഞ്ഞ് പോകാൻ പറ്റത്തില്ല. അതേസമയം ഇത് കെട്ടിടത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മുകളിൽ റൂഫില്ലെങ്കിൽ മുകളിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ റൂഫ് പോലെ ആരും വന്ന് നിൽക്കുകയാണ്, ഈ ചൂട് മുകളിൽ വന്ന് നിൽക്കുകയാണ്, കാർബണൊക്കെ കൂടെ വന്ന് നിൽക്കുകയാണ്. ചൂട് മാത്രമല്ല, കാർബൺ വന്ന് നിൽക്കുകയാണ് അന്തരീക്ഷത്തിൽ. അപ്പോൾ കാർബൺ നിൽക്കുന്നുണ്ട്, കൂടുതൽ ചൂട് മുകളിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ആകപ്പാടെ പോകാൻ പറ്റുന്ന താഴേക്ക് വരാൻ പറ്റും. താഴേക്ക് വരുമ്പോൾ മനുഷ്യന് ഉൾപ്പെടെയുള്ള ഭൂമിയിലേക്ക് പിന്നെ ചൂട് വരാൻ പറ്റുള്ളൂ, സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ ചൂടെന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഇങ്ങനെ ചൂട് കൂടി അങ്ങനെ വന്ന് ചൂട് കൂടുന്നതല്ല. പക്ഷേ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വരുത്തിയതിൽ മനുഷ്യനും വലിയ പങ്കുണ്ട്. കേരളീയർക്കൊക്കെ വലിയ പങ്കുണ്ട് അതിനകത്ത്.
അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് ഇപ്പോൾ ടെറസ് വീടുകൾ ധാരാളം വെച്ച്. ഇപ്പോൾ ടെറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം ചൂട് എടുത്തു വയ്ക്കുകയും പതുക്കെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഓടിട്ട കെട്ടിടങ്ങളാണെങ്കിൽ അങ്ങനെയല്ല. ഓടിട്ട് നമ്മുടെ സൂര്യപ്രകാശത്തിന് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ചരിഞ്ഞ മേൽക്കൂരകളായിരുന്നു നമ്മുടെ എല്ലാം. ചരിഞ്ഞ മേൽക്കൂരയുടെ താഴെ ഇങ്ങനെ കറക്റ്റ് ഓടിട്ടതിൻ്റെ തൊട്ട് താഴെ കൂടെ കംപ്ലീറ്റ് വീടിന് ചുറ്റും എന്തുണ്ടായിരിക്കും, എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കും. ഇപ്പം അതില്ല, ഒരു എല്ലാ എയറും കൂടി 1-2 എയർ ഹോൾ വെച്ചാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ ചൂട് കംപ്ലീറ്റ് ഫ്ലാറ്റ് റൂഫിലാണ് വീഴുന്നത്. പതുക്കെ റിലീസ് ചെയ്യുള്ളൂ സിമെൻ്റ് ആകുമ്പോൾ. സിമെൻറ്റിൽ വീണ് പതുക്കെ ഇതെല്ലാം ഇവിടെ അന്തരീക്ഷം നിൽക്കുകയാണ്. അപ്പോൾ അത് നിൽക്കുമ്പോഴാണ് ഈ ചൂട് കൂട്ടുവാനുള്ള ഒരു അർബൻ ഹീറ്റൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ചൂട് കൂടാനുള്ള കാരണം, അതും കൂടിയാണ് കാരണം. അപ്പൊ ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് കൂടുതൽ ഹരിതവൽക്കരണത്തിലേക്ക് പോവുക. ഹരിതവൽക്കരണം എന്ന് പറഞ്ഞാൽ പച്ചപ്പ് വെച്ച് പിടിപ്പിക്കലെന്നല്ല, തിരിച്ച് ചിന്തിക്കണം. നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ട സമയമായി. ഇപ്പം നമ്മളിപ്പോൾ എന്ത് കാര്യം ചിന്തിച്ചാലും ഈ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാവരും, അതിപ്പോൾ പുരാണങ്ങളിൽ പറഞ്ഞതായാലും അല്ലെങ്കിൽ സ്പിരിച്വൽ ലോകത്ത് പറഞ്ഞതായാലും ഗാന്ധിജി പറഞ്ഞാലും മാർക്സ് പറഞ്ഞതായാലും ലെനിൻ പറഞ്ഞതായാലും ഏംഗൽസ് പറഞ്ഞതായാലും ഇങ്ങനെ വരുന്ന ആര് പറഞ്ഞതായാലും ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള ആളുകൾ പറയുന്ന എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രകൃതിക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ ഉണ്ട്, മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാം ഈ പ്രകൃതിയില്ല. പക്ഷേ ഇവൻ്റെ ഈ അത്യാർത്ഥി കൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം കുറച്ച് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ കണക്ട് ചെയ്യാം. 30-35 ലക്ഷം വീടാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. നമ്മൾ മറ്റേത് പറയുമ്പോൾ ഞാൻ ആത്മീയത പറയുന്നു അല്ലെങ്കിൽ അത് ഗുരുദേവൻ അതൊക്കെ വിട്ടേക്കും. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരാം. 40 ലക്ഷത്തോളം 35 മുതൽ 40 ലക്ഷത്തോളം വീടുകളാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. എന്നിട്ട് വീട് നമ്മൾ പണിയുന്നില്ലേ, പുതിയ വീടുകൾ പണിയുന്നില്ലേ? നമ്മൾ റോഡ് പണിയുന്നില്ല. എവിടെയെങ്കിലും മരങ്ങൾ കൂടി വെച്ചുകൊണ്ടുള്ള റോഡ് ആരെങ്കിലും പണിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ സാറേ. അപ്പോൾ ഈ മുഴുവൻ എക്കോ സിസ്റ്റത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടാണ്, വയൽ കംപ്ലീറ്റ് നശിപ്പിച്ച് ഈ എക്കോ സിസ്റ്റം മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മളുടെ എല്ലാ നിർമ്മാണ പ്രവൃത്തിയും. ഇതെങ്ങനെയാണ് പിന്നെ അന്തരീക്ഷത്തിൽ ചൂട് നിൽക്കാതിരിക്കുക? ചൂടിന് എവിടെ പോകാൻ പറ്റുക? ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ കാർബൺ കടത്തി വിടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാറുകൾ, സ്വകാര്യ കാറുകളുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമല്ല, കേരളത്തിലാണ് ഇത്രയും സ്വകാര്യ കാറുകളുള്ളത്, വ്യക്തികൾ വാഹനങ്ങളുള്ളത്. അത് കൂടിക്കൊണ്ടിരിക്കുക, ദിവസവും കൂടുകയല്ലേ ഇത്. അപ്പോൾ എന്താ, ഒരു വീട്ടിൽ കാറുണ്ട്, സ്കൂട്ടറുണ്ട്, 2 സ്കൂട്ടറുണ്ട്, 2 കാറുണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്കിൽ അതുപോലത്തെ അത്യാവശ്യം കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫസർമാരുടെ ഉള്ളിൽ 2 കാറ് കാണും. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, 2 കാറ് കാണും മിക്കവാറും അവർക്ക്. ചെറിയ കാറ്, വലിയ കാറ്, ഇതെല്ലാം ഈ നിരത്തിലല്ലേ ഇറങ്ങേണ്ടത്. ഇത് വിടുന്ന കാർബണും ഇത് വിടുന്ന പെട്രോളിയത്തിൽ നിന്നും ഡീസലിൽ നിന്നൊക്കെ വിടുന്ന പുറത്ത് വിടുന്ന പൊല്യൂഷൻ എവിടെ പോകാൻ പറ്റുക? ഈ അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ സൂര്യനിൽ നിന്ന് ചൂട് വന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവന് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. ചൂടുള്ള വായു വികസിച്ച് പോകാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ കിടന്ന് കറങ്ങും. ഇത് കറങ്ങുമ്പോൾ അന്തരീക്ഷത്തിന് ചൂട് കൂടിയല്ലേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് അന്തരീക്ഷത്തിന് ചൂട് കൂടിയേ വരും. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ വളരെ വലിയ തോതിലുണ്ട്. അതാണ് വീണ്ടും ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ആർത്തി, അത്യാഗ്രഹം, അവൻ്റെ ജീവിതശൈലി വേറൊരു ശൈലിയാണ്. കാരണം നമുക്ക് കാട് വേണ്ട, പുഴ വേണ്ട, നദി വേണ്ട, തോടുകൾ വേണ്ട, വയലുകൾ വേണ്ട, കണ്ണീർത്തടങ്ങൾ വേണ്ട. നമുക്ക് വേറൊരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. എങ്ങനെയും പണം ഉണ്ടാക്കുക, എന്തും ചെയ്ത് ജീവിക്കുക, എന്ത് സ്വാതന്ത്ര്യം അനുഭവിക്കുക. ഈ ഒരു ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രകൃതി ഘടകങ്ങൾക്കൊന്നും ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചൂട് ഇനിയും 10 മടങ്ങ്, കാരണം ഇനി അങ്ങോട്ട് ചൂടിന്റെ കാലമാണ് വരാൻ പോണത്. ഈ ഏപ്രിൽ സീസണിലൊക്കെ വലിയ ചൂടായിരിക്കും എന്ന് പറയുന്നത്. ഈ സീസൺ നമുക്ക് കടത്തിവിടാൻ വലിയ പ്രയാസമായിരിക്കും. ഈ കഴിഞ്ഞ വർഷം അനുഭവപ്പെട്ടത് ഏതാണ്ട് പാലക്കാടും പുനലൂരുമാണല്ലോ കടുത്ത ചൂട് എപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പൊ കേരളം മുഴുവൻ ചൂടിലേക്ക് പോവുകയാണ്. ഈ വരുന്ന മാസങ്ങൾ മുഴുവൻ ചൂടായിരിക്കും എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴേ അതിന്റെ ട്രെൻഡ് കാണുന്നുണ്ട്. അല്ല, അന്ന് 40-41 ഡിഗ്രി ഒക്കെ ആയിരുന്നു പുനലൂരും പാലക്കാടും ഒക്കെ അനുഭവപ്പെട്ടത്. ഇക്കുറി അതിനേക്കാൾ ഇതാണ് പോക്കെങ്കിൽ അതിനേക്കാൾ കടക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ജനുവരിയിലെ ഇതാണ് സ്ഥിതി. ജനുവരി ഇപ്പോൾ തീർന്നതല്ലേ ഉള്ളൂ സ്ഥിതി. അപ്പോൾ ഫെബ്രുവരി അടക്കുന്നു, ഇനി മാർച്ച്, ഏപ്രിൽ പകുതി കഴിയണം, മെയ് അടുക്കണം. 2 മാസം 2.5 മാസം ഇനി നമ്മൾ കടത്തിവിടണം കേരളം. അപ്പോൾ ഈ 2.5 മാസം എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ കാലം തന്നെയായിരിക്കും. അതികഠിനമായ വരൾച്ചയും ജലക്ഷാമത്തിൻ്റെയും കാലമാണ് നമ്മുടെ മുന്നിൽ ഇന്നത്തെ കണക്കുകൾ വെച്ചിരിക്കുന്നത്, കാണാനിരിക്കുന്നത്.